ഇതും നമ്മുടെ LCM ആൻഡ് HCFന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫസ്റ്റ് LCM ആൻഡ് HCFന്റെ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോഡക്റ്റിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ HCF വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്പറിനെ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തായിരുന്നു. ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് 6760 എന്ന് പറഞ്ഞിട്ടുണ്ട്. HCF 13 എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പെയർ അങ്ങനത്തെ നമ്പർ ഉണ്ടാവുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് CPO 2019 ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം LCM ആൻഡ് HCF, പ്രോഡക്റ്റ് ഓഫ് LCM ആൻഡ് HCF എന്ന് പറയുന്ന രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമുക്ക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമ്പറിന് നമ്മൾ 13x എന്നും HCF വന്നിട്ടുണ്ടെങ്കിൽ HCFന്റെ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കണമെന്ന് പറയും. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് തന്നിട്ടുണ്ട് 6760 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, 13 വെച്ച് കട്ട് ചെയ്ത് പോകും. 13 വെച്ച് കട്ട് ചെയ്ത് പോകുമ്പോൾ 5 65, ബാക്കി പോയിട്ട് 26, 520 വരും. ഓക്കെ, അടുത്ത 13 എത്ര വരും? 4 പ്രാവശ്യം പോകും. അതായത് XY എന്ന് പറയുന്നത് 40 എന്ന് പറഞ്ഞു വരും. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40ന്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കാം. 40ന്റെ ഫാക്ടേഴ്സ് 40നെ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, 40 × 1, 20 × 2, ഓക്കെ 3 വെച്ച് പറ്റത്തില്ല, 10 × 4, ഓക്കെ 10 × 4, 8 × 5, ഓക്കെ 8 × 5. ഇത്രയും ആയിട്ടേ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നേരെ അതിന്റെ തിരിച്ചും വരും, അതായത് 5 × 8. അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എപ്പോഴും വൺ സൈഡ് നോക്കിയാൽ മതി. ഇനി ഇതിൽ പോസിബിൾ ആയിട്ടുള്ള പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പരസ്പരം ബന്ധമൊന്നും ഇല്ലാത്ത നമ്പേഴ്സ് ആയിരിക്കും ഈ ഒരു എക്സിനും വൈക്കും എടുക്കാൻ പറ്റിയ വാല്യൂ ആയിട്ട് വരുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ 20നും 2നും രണ്ട് കോമൺ ഫാക്ടർ ഉണ്ട്, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. 10 × 4 അതിനും കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്, അതും എടുക്കാൻ പറ്റത്തില്ല. പരസ്പരം ബന്ധമില്ലാത്ത നമ്പേഴ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 × 40, 13 × 1. സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 × 8, 13 × 5. ആ ഒരു രണ്ട് കേസ് മാത്രമേ എടുക്കുകയുള്ളൂ. ഇനി എന്തുകൊണ്ട് മറ്റേ എടുക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ ഇനി ഈ ഒരു പെയർ എടുത്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ നമ്പർ 13 × 10, 13 × 4 വരും. ഓക്കെ, നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 13 ആണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് 13 കോമൺ എടുക്കാം, ഒരു 2 കോമൺ എടുക്കാം. അതായത് അവിടെ HCF ചേഞ്ച് ചെയ്യും. ഇപ്പോൾ HCF നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അത് ക്വസ്റ്റ്യനിൽ ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം ഫാക്ടേഴ്സ് ഉള്ളതിനെ എല്ലാം എലിമിനേറ്റ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ പരസ്പരം ഫാക്ടേഴ്സ് ഉള്ളതിനെല്ലാം എലിമിനേറ്റ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, എല്ലാവരും നോക്കുക. ഓക്കെ, താങ്ക് യു.